തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, സ്നേഹസ്പർശന ശുശ്രൂഷയുടെ 4ാം ദിവസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പുത്രനായ യേശുവിനെ ആരാധിക്കുന്ന അത്ഭുത നിമിഷം. പ്രിയപ്പെട്ടവരെ, ഓരോ ആരാധനയിലും ദൈവം നമുക്ക് വേണ്ടി വെച്ചു നീട്ടുന്നത് അനുദിന ജീവിതത്തിൽ നമുക്ക് മുമ്പോട്ട് ചലിക്കുവാൻ, പ്രത്യാശയോടെ ചലിക്കുവാനുള്ള വലിയ കൃപകളാണ്. ആ കൃപകളെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം വളരെ പ്രത്യേകമായി പരിശുദ്ധ അമ്മ നമ്മുടെ സ്വഭാവത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ പുലർത്തേണ്ട ചില മനോഭാവങ്ങളെ പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി വായിച്ചു ധ്യാനിക്കാൻ പറ്റിയ ഒരു തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള വചനങ്ങളാണ്. 41 മുതലുള്ള വചനത്തിൽ നമ്മൾ കാണുന്നത് ബാലനായ യേശുവിനെയും കൊണ്ട് ഔസേപ്പിതാവും മാതാവും തിരുനാളിന് പോകുന്നതാണ്. അവിടെ എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയാം. അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം തിരുവചനം. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. യേശുവിനെ ദേവാലയത്തിൽ വെച്ച് കാണാതാവുന്നു. വലിയ മാനസിക സംഘർഷം അപ്പനും അമ്മയ്ക്കും ഉണ്ടാവുന്നു. ഒരുപക്ഷെ അതിനേക്കാൾ കൂടിയ വലിയ ഒരു മാനസിക സംഘർഷം ഉണ്ടാവുന്നത് അവനെ കണ്ടെത്തി കഴിയുമ്പോൾ അവൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ്. പ്രിയപ്പെട്ടവരെ, മറിയം എന്ന് പറയുന്ന ഒരമ്മയ്ക്ക് ഇതെന്തു മനസ്സിലാവാനാണ്? മകനെക്കുറിച്ചുള്ള ആദിയും വ്യാകുലതയും നിറഞ്ഞ ഒരമ്മ. ഇതൊന്നും മറിയത്തിന് മനസ്സിലായില്ല. പക്ഷേ ഒരു വചനം നമ്മുടെ മുമ്പിൽ
കൃത്യതയോടുകൂടെ ലൂക്കാ സുവിശേഷകൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വചനം ഇങ്ങനെയാണ്: അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എവിടെ സംഗ്രഹിച്ചു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് പരിശുദ്ധ അമ്മ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കൊക്കെ നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ സകലതും പരിശുദ്ധ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നത് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിങ്കിലാണ്. ഈ ആരാധനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുദിനമുണ്ടാവുന്ന സംഭവങ്ങൾ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? നമ്മൾ എവിടെയോ സൂക്ഷിക്കുന്നുണ്ട്. ആ സൂക്ഷിക്കുന്നത് എവിടെയാണ്? നന്നായി ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, നമ്മൾ സൂക്ഷിക്കുന്നതെല്ലാം നമ്മുടെ തലയിലാണ്. ശരിയല്ലേ? നമ്മുടെ തലയിലാണ്. നമ്മളൊന്നും മറക്കുന്നില്ലല്ലോ. നമ്മുടെ തലയ്ക്കകത്തെല്ലാം ഉണ്ട്. ഓരോ സംഭവങ്ങളും നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ മറിയം ഇവയെല്ലാം സംഗ്രഹിച്ചത് ഹൃദയത്തിങ്കിലാണ്. ഇവിടെയാണ് നമുക്കൊരു വെല്ലുവിളി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റവും ഇവിടെയാണ്. തലയും ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന സ്ഥലം, കണക്കുകളുടെ ഒരു സ്ഥലം. അവിടെ എല്ലാം റീസണാണ്, അല്ലേ? നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് കണക്ക് പഠിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ പഠിച്ച ഇഞ്ചുപടിയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, അല്ലേ? കണക്കിൽ എന്താ പറയുന്നത്? രണ്ടും രണ്ടും കൂട്ടിയാൽ കൃത്യം 4, 4 4 8, 8 8 16. അങ്ങനെ പോകുന്ന വളരെ കൃത്യതയുള്ളതാണ് കണക്ക്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ കണക്ക് പഠിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ജീവിതം പിന്നീട് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഈ കണക്ക് എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ കൃത്യമായി നയിക്കുന്ന ഒരു പാലം പോലെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പ്രായമേറെ എത്തിയിട്ടും നമ്മളൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, ജീവിതത്തെക്കുറിച്ച് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ഈ ശുശ്രൂഷയിൽ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് കണക്ക് കൂട്ടലില്ലേ? നാളെക്കുറിച്ച് കണക്ക് കൂട്ടലുകളില്ലേ? ഉണ്ടല്ലോ. ഒരു വണ്ടി, ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കണക്ക് കൂട്ടലുണ്ട്. ഒരു വീട് പണിയുമ്പോൾ, ഒരു കെട്ടിടം പണിയുമ്പോൾ അതിനൊരു കണക്ക് കൂട്ടലുണ്ട്, അല്ലേ? നമ്മൾ ഇരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക കണക്കിലാണല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഇത് നമ്മുടെ തലയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് കാര്യത്തെയും നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ടാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് സ്നേഹബന്ധങ്ങളിൽ പോലും പലപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഒരു കല്യാണമൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് ചെറുക്കൻ പെണ്ണിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവളിൽ നിന്ന് എനിക്കെന്ത് കിട്ടും? എത്ര സമ്പത്ത് കിട്ടും? അവളിൽ നിന്ന് എന്ത് സൗന്ദര്യം കിട്ടും? കുറേ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, കണക്കുകളാണ് കൂട്ടുന്നത്. നേരെ തിരിച്ചും പ്രിയപ്പെട്ടവരെ, ഈ കണക്ക് കൂട്ടലുകൾ പലപ്പോഴും തെറ്റിപ്പോകും. ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ് ഈ കാലഘട്ടം. 2020 പ്രവേശിച്ചപ്പോൾ എന്തെല്ലാം കണക്കുകൂട്ടലുകളായിരുന്നു, അല്ലേ? ഒരു ഫെബ്രുവരി പകുതി കഴിഞ്ഞ് മാർച്ചോടുകൂടി ആ കണക്കുകൂട്ടലുകളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ഇപ്പോൾ നമ്മൾ നിരാശയും ദുഃഖവും പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ തലയ്ക്കകത്തുള്ള ഈ കണക്കുകൂട്ടലുകളെ മാറ്റിമറിച്ച് ഹൃദയത്തിങ്കിലേക്ക് കടന്നു വരാനാണ് ഈശോ ഇന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, മറിയം നമ്മളെ ക്ഷണിക്കുന്നത്. തലയ്ക്കകത്തുള്ള കണക്കുകൂട്ടലും കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെ സമയമുള്ളൂ. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, പരിമിതികളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ തകർച്ചകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിരാശയും ദുഃഖവുമാണ് അത് വരുത്തി വയ്ക്കുന്ന ഫലം. ഇതാ മറിയം പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല, ജീവിതത്തിൻ്റെ സംഘർഷം നിറഞ്ഞ സമയം. എന്നാൽ മറിയം അവയെല്ലാം ഹൃദയത്തിങ്കൽ സംഗ്രഹിച്ചു. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ നമ്മളെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു കാര്യം കണക്കറിയാത്ത ഒരു ദൈവത്തെക്കുറിച്ചാണ്. ബൈബിൾ വായിച്ചു പോവുക, അല്ലേ? ഉൽപ്പത്തി പുസ്തകം തന്നെ വായിച്ചേ. അതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? ആദവും ഹൗവായും,
അല്ലേ? ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും രണ്ടല്ലേ കിട്ടേണ്ടത്? എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ആദത്തെ ഹൗവായും ചേർത്ത് വെച്ചിട്ട് ദൈവം പറഞ്ഞു, ഇനി മുതൽ ഇവർ രണ്ടല്ല ഒന്നാണ്. പൊട്ടത്തരം കണക്കല്ലേ? ഒന്നും കൂട്ടിയാൽ രണ്ടല്ല കിട്ടേണ്ടത്. എന്നാൽ ദൈവം പറയുന്നു ഉൽപ്പത്തി പുസ്തകം ആരംഭത്തിൽ തന്നെ ഇനി മുതൽ ഇവർ രണ്ടല്ല ഒന്നാണ്. തെറ്റായ കണക്ക്. ബൈബിൾ മുഴുവൻ വായിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പൊട്ടക്കണക്കുകളെ കുറിച്ചാണ്. കാരണം ഈ പൊട്ടക്കണക്കുകളാണ് അത്ഭുതമെന്ന് വിശേഷിപ്പിക്കുന്നത്. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചത് ഇനി രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ തമ്പുരാന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദാ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പോൾ ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിങ്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതികളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഹൃദയത്തിൻ്റെ ഒരു വിശുദ്ധീകരണമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന ഒട്ടുമുക്കാലും തർക്കങ്ങൾക്ക് കാരണം എന്താണ്? വഴക്കുകളെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്താ അത്? ഞാൻ ഇത് തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, ഇത് തന്നെയല്ലേ കഴിഞ്ഞ വർഷം പറഞ്ഞത്. നമ്മൾ ഇന്നലകളിലെ കണക്കുകൾ എടുക്കാൻ തുടങ്ങും. ഇതെല്ലാം നമ്മുടെ തലയ്ക്കകത്തുണ്ട്, ഒന്നും നമ്മൾ മറക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മറിയം നമ്മളോട് പറയുന്നു, ദാ ഹൃദയത്തിങ്കിൽ സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ ശാന്തമായ സന്തോഷദായകമായ ഒരു ജീവിതത്തിന് സാധ്യതയുണ്ട്. ഹൃദയത്തിങ്കിലേക്ക് നമുക്ക് വളരാം. മറിയം ഇന്നത്തെ ഈ ശുശ്രൂഷ അവസരത്തിൽ നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് ഹൃദയത്തിങ്കിൽ സ്വീകരിക്കാനാണ്. തലയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. എന്താ ഹൃദയത്തിൻ്റെ പ്രത്യേകത? ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തെ നമുക്ക് വിശുദ്ധീകരിക്കാം. ഈ ആരാധന സമയത്ത് അപ്രകാരം ഒരു മനോഭാവത്തിലേക്ക് വളരാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ദാ സ്നേഹമായ യേശുവിനെ നമുക്ക് സ്വീകരിക്കാം. സങ്കീർത്തനം 147 തിരുവചനം മനോഹരമായിട്ട് 3 തിരുവചനത്തിൽ പറയുന്നത്, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയം ഇതാ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഹൃദയത്തിലുള്ള മുറിവുകൾ തമ്പുരാൻ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ പുതിയൊരു ഹൃദയം നൽകാൻ ആഗ്രഹിക്കുന്നു. അല്പം കൂടെ വ്യക്തമായി എസെക്കിയേൽ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. എസെക്കിയേൽ പ്രവചനം 11 അധ്യായം 19 തിരുവചനം, അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും. പുത്തൻ ഹൃദയം ഇതാ പ്രവാചകൻ നമുക്ക് വേണ്ടി പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറിയം നൽകുന്ന ഈ പാഠം നമുക്ക് പഠിക്കാം. നമ്മുടെ തലയ്ക്കകത്തുള്ള കാര്യങ്ങളെ ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കാം. കണക്കുകൂട്ടലുകൾക്കപ്പുറം പരാതിയും പിറുപിറുപ്പുകൾക്കും ഇന്നലകളിലെ സംഭവങ്ങൾക്കും അപ്പുറം ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. തുടർന്നു വരുന്ന ആരാധന സമയം അപ്രകാരമുള്ള അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ഭാഷയിലേക്ക് ഈശോ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധന സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിങ്കിലേക്ക് ഞങ്ങൾക്ക് ഒരു യാത്ര നൽകണമേ. ആ വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരാധനയിൽ പങ്കുചേരാം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധന സമയം നമ്മൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ഹൃദയ നിലപാടുകൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പരിശുദ്ധ മറിയം ഈ ശുശ്രൂഷ സമയത്ത് നമ്മളെ ക്ഷണിക്കുന്നത് ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിങ്കിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ചാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കാരണം ഹൃദയം തുറന്നു തന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ. ദിവ്യകാരുണ്യം എന്നുള്ളത് യേശുവിൻ്റെ ഹൃദയമാണ്. ആ യേശുവിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കാം. ഈ സമയം നമുക്കൊരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ,
എന്നെ ഇരുത്തേണമേ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ യേശു, എൻ്റെ ജീവൻ്റെ ജീവനാമേശു. എല്ലാം എനിക്കെൻ്റെ യേശു, എൻ്റെ ജീവൻ്റെ ജീവനാമേശു. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ മറക്കണമേ. എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ യേശു, എല്ലാം എനിക്കെൻ്റെ യേശു, എൻ്റെ ജീവൻ്റെ ജീവനാമേശു. എല്ലാം എനിക്കെന്റെ യേശു, എല്ലാം എനിക്കെൻ്റെ യേശു, എന്റെ ജീവന്റെ ജീവൻ. എൻ്റെ ജീവൻ്റെ ജീവനാമേശു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധന സമയം നിങ്ങൾ എവിടെയാണോ ഈ സമയം ഉറപ്പിക്കുക, നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നൊരു സമയമാണ്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒഴുകുന്ന ഈ ആരാധന സമയം നിന്റെ ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സ്നേഹം നിന്റെ ഹൃദയത്തിങ്കിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥമായ, ഭയപ്പെട്ടിരിക്കുന്ന, നിരാശപ്പെട്ടിരിക്കുന്ന ദൈവജനമേ, ഇതാ യേശു നൽകുന്ന സ്നേഹം നിന്റെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം ഇന്ന് നമ്മളെ ക്ഷണിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമുക്ക് പല സാഹചര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഇന്നലകളിലെ പല സംഭവങ്ങളെയും വ്യക്തികളെയും കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഭാരമുണ്ടാവും. ആ കാര്യങ്ങൾ ഓർക്കും തോറും നമ്മൾ ഒരു വലിയ പീഡയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയാണ്. നമ്മൾ എന്തു ചെയ്യണം? ഈ സമയത്ത് യേശു നൽകുന്ന സ്നേഹം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ, നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ ഭരിക്കട്ടെ. ഈ സമയം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാവരും രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുക. വലിയ ഒരു ആന്തരിക സൗഖ്യം, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വലിയ ഒരു ഭാരം നീങ്ങിപ്പോകുന്ന അനുഭവം കർത്താവ് സമ്മാനിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പാടാം. ദൈവമേ, നിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നയിക്കണമേ. എൻ്റെ മുറിവുകൾ ഈശോയെ അങ്ങ് ഉണക്കണമേ. മനസ്സിൻ്റെ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞ് മായ്ക്കൂ ദൈവപിതാവേ. ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീ മായ്ക്കൂ ദൈവപിതാവേ. മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീ മായ്ക്കൂ ദൈവപിതാവേ. കുരിശിൽ ചൊരിഞ്ഞ രക്തമെന്നെ സുഖമാക്കിയിടട്ടെ, സുഖമാക്കിയിടട്ടെ. ചേർന്ന് പാടാം. കുരിശിൽ ചൊരിഞ്ഞ രക്തമെന്നെ സുഖമാക്കിയിടട്ടെ, സുഖമാക്കിയിടട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകളടച്ച് നിന്റെ ഇന്നലകളുടെ ജീവിതത്തിൽ
പ്രത്യേകിച്ച് ഏതെങ്കിലും വ്യക്തികളുമായിട്ടുണ്ടാക്കിയപ്പെട്ട വഴക്കുകൾ, ദേഷ്യമനോഭാവങ്ങൾ, പിണക്കങ്ങൾ, അവയെല്ലാം സമർപ്പിക്കുക. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ചില വാക്കുകൾ നിന്നെ അത്രമേൽ വേദനിപ്പിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ സ്നേഹം കൊടുത്ത ചില വ്യക്തികൾ സ്നേഹമേഖലകളിൽ നിന്നെ ചതിച്ച അനുഭവങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടാവും. ഈശോയെ, ഈ ആരാധന സമയം വലിയൊരു സൗഖ്യം എനിക്ക് നൽകണമേ, എൻ്റെ ഹൃദയത്തിലെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ. നമുക്കൊരിക്കൽ കൂടി ചേർന്ന് പ്രാർത്ഥിക്കാം, പാടാം. മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീ മായ്ക്കൂ ദൈവ പിതാവേ. മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീ മായ്ക്കൂ ദൈവ പിതാവേ. കുരിശിൽ ചൊരിഞ്ഞ രക്തമെന്നെ സുഖമാക്കിയിടട്ടെ, സുഖമാക്കിയിടട്ടെ. കുരിശിൽ ചൊരിഞ്ഞ രക്തമെന്നെ സുഖമാക്കിയിടട്ടെ, സുഖമാക്കിയിടട്ടെ. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നിന്റെ മനസ്സിൽ, നിന്റെ കുടുംബത്തിൽ ആരോടെങ്കിലുമൊക്കെ വെറുപ്പും വിരോധവും ഉണ്ടെങ്കിൽ വളരെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ മനസ്സിൽ ഓർക്കുക. കല്യാണം കഴിച്ചിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട് വ്യത്യസ്ത സാഹചര്യം, സ്വഭാവം, രീതികൾ, എന്നാൽ ദൈവമല്ലേ നിങ്ങളെ ഒരുമിപ്പിച്ചത്? പ്രിയപ്പെട്ട സഹോദര, സഹോദരി, യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ആകുലതയും വ്യാധിയും ഇതാ യേശുവിൻ്റെ ഹൃദയം നൽകുന്ന സ്നേഹം നിങ്ങളെ ഭരിക്കട്ടെ. നിങ്ങളുടെ ദുഃഖം നിങ്ങളെ വിട്ടുമാറട്ടെ. ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും സാധിക്കുമെങ്കിൽ ഒന്ന് വിരിച്ചു പിടിച്ച് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീ മായ്ക്കൂ ദൈവ പിതാവേ. മനസ്സിൻ മുറിവുകൾ സ്നേഹം ചൊരിഞ്ഞു നീ മായ്ക്കൂ ദൈവ പിതാവേ. കുരിശിൽ ചൊരിഞ്ഞ രക്തമെന്നെ സുഖമാക്കട്ടെ, സുഖമാക്കിയിടട്ടെ, സുഖമാക്കട്ടെ, സുഖമാക്കിയിടട്ടെ. കുരിശിൽ ചൊരിഞ്ഞ രക്തമെന്നെ സുഖമാക്കിയിടട്ടെ, സുഖമാക്കിയിടട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ മനസ്സിലുള്ള സകല മുറിവുകളും യേശു സൗഖ്യപ്പെടുത്തട്ടെ. ശിലാഹൃദയത്തെ മാറ്റി മാംസളമുള്ള ഒരു ഹൃദയം നൽകി നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. ജീവിതത്തിലെ ഇന്നലകളിലെ കൈപ്പേറിയ അനുഭവങ്ങളെ യേശു സൗഖ്യമുള്ളതാക്കി മാറ്റട്ടെ. ഈ സമയം നിന്റെ ഹൃദയത്തിന്റെ സകല മുറിവുകളിലും യേശു കടന്നു വരട്ടെ, സൗഖ്യം നൽകട്ടെ. സ്വരമുയർത്തി നാവ് തുറന്ന് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആശീർവാദം ഈ നിമിഷം സ്വീകരിക്കുമ്പോൾ ഈ സ്നേഹസ്പർശന യാത്രയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഒരു സവിശേഷമായ സ്വഭാവ രീതിയാണ് സ്വീകരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിങ്കിലേക്കുള്ള ഒരു വളർച്ചയാണ്. ഹൃദയം കൊണ്ട് കാണുമ്പോൾ നമ്മളെ പലതും പഠിപ്പിക്കും. ബുദ്ധി കൊണ്ട് നോക്കുമ്പോഴാണ് കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒത്തിരി സ്വഭാവ രീതികൾ. നമ്മുടെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെ ക്ഷണിക്കുന്നു ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ, അംഗീകരിക്കാൻ, ഈ ലോകത്തെ തന്നെ ഹൃദയം കൊണ്ട് കാണാനുള്ള ഒരു വിശാല മനസ്കത. ഈ വലിയ പ്രാർത്ഥനയോടുകൂടി ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
എന്തൊരത്ഭുതമാ, ഇതെന്തൊരത്ഭുതമാ, ദൈവമേ അരികിലായി അൾത്താരയിൽ എന്തൊരത്ഭുതമാ, ഇതെന്തൊരത്ഭുതമാ, ദൈവമേ അരികിലായി അൾത്താരയിൽ ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ